പ്രേയറിന് ആരെങ്കിലും റെഡി ഉണ്ടോ? മാം ഞാൻ ചൊല്ലാം പ്രയർ. Oh my God, at the beginning of this day, all things bright and beautiful. Thank you for the morning light. Thank you for my parents and teachers. Thank you for loving and blessing. Thank you for goodness in my life. Thank you, God, your gift to me. I love in my heart. Thank you, God. God bless you all. Thank you, God. God bless you all. സോ നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ ക്വസ്റ്റ്യൻസ് എല്ലാരും സബ്മിറ്റ് ചെയ്തായിരുന്നു. അതിലൊരു ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ അവിടെ നിങ്ങൾക്ക് മിസ്റ്റേക്ക് ആയിട്ട് വന്നതുകൊണ്ട് ആ കറക്റ്റ് ആൻസർ ചെയ്ത പലർക്കും അത് റോങ് ആയിട്ട് വന്നത് ഞാൻ കറക്റ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും ഓഫീസ് ടൈം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നാളെ അത് കറക്റ്റ് ചെയ്ത് ചിലപ്പോൾ ഒന്നുകൂടെ പോസ്റ്റ് ചെയ്യും, ഒന്നുകൂടെ സബ്മിറ്റ് ചെയ്താൽ മതി. ഓക്കെ. ഗുഡ് ഈവനിങ് ടീച്ചർ. സിഫാലോക്കോഡലല്ലേ? സിഫാലോക്കോഡലിന്റെ മീനിങ് അല്ലേ മിസ്റ്റേക്ക് വന്നത്? അതെ. ആ ടൈം ഒരു 4:30 കഴിഞ്ഞപ്പോൾ ആരോ എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു. ഞാനാ ആൻഡ്രിയാണ് ഇന്ന് ഡിസ്ചാർജ് ഒക്കെ ഹോസ്പിറ്റൽ ഡിസ്ചാർജ് എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നോണ്ട് എല്ലാ വർക്കും ചെയ്യുമായിരുന്നു തോന്നുന്നല്ലേ? അതെ അതെ. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പോഴേക്കും ഓഫീസ് ടൈം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവര് നാളെ അത് കറക്റ്റ് ചെയ്ത് വീണ്ടും റീപോസ്റ്റ് ചെയ്തു. നിങ്ങൾ ഒന്നുകൂടെ സബ്മിറ്റ് ചെയ്താൽ മതി. ഓക്കെ. പ്രത്യേകിച്ച് വേറെ ആക്ടിവിറ്റീസ് ഒന്നും ഞാൻ തരുന്നില്ല. ആ ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും അറ്റൻഡ് ചെയ്യണമല്ലോ. 6 ക്വസ്റ്റ്യൻസ് ചെയ്തു. ടീച്ചർ MCQ ക്വസ്റ്റ്യൻ നമ്പർ 3 MCQ ഏതിന്റെ എന്നൊക്കെ ഓർമ്മയില്ല. ഒരു കുറെ മുമ്പേ ഉള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി ഇതുപോലെ തെറ്റായിരുന്നു. ക്ലോത്ത്സ് ഓഫ് ദ ചിൽഡ്രൻ ഷുഡ് ബി ടൈഡ് ലൂസ് പിന്നെ എന്തൊക്കെയോ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതെ അതെ. റീപോസ്റ്റ് ചെയ്യുന്നതിന് പകരം ഞാൻ അടുത്ത സെഷൻ ക്വസ്റ്റ്യൻ കൊടുത്തപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് അത് വീണ്ടും റീ എൻട്രി അടുത്ത പാർട്ടില് ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ചേർത്തു. പ്രോബ്ലം ഇല്ല, ചേർത്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് അതായിരുന്നു കൊടുത്തത്. ക്ലാസ്സിൽ പറഞ്ഞിരുന്നു തോന്നുന്നു അത്. ഓക്കെ. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് യൂണിറ്റ് പാർട്ട് 2 നെക്സ്റ്റ് യൂണിറ്റ് ആണ് സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് പറഞ്ഞു. നെക്സ്റ്റ് വൺ സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റ് ആയിരുന്നു. അതിന്റെ ഫസ്റ്റ് പാരഗ്രാഫ് നിങ്ങളൊന്ന് വായിക്കും. ഫസ്റ്റ് ഒരു പാരഗ്രാഫ് ഇമോഷണൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്.
ഓക്കെ, വായിച്ച് കഴിഞ്ഞു കാണുന്നോ? യെസ് യെസ് മാം. ചൈൽഡ്ഹുഡില് ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ച് ആയിരിക്കും ഇമോഷൻസ്. ഭയങ്കര കരച്ചില്. അമ്മ പറയും കൊച്ചിന് എന്തൊരു വാശിയാണ്. ആക്ച്വലി അത് അങ്ങനെ അതല്ല പ്രോബ്ലം. ശരി അല്ലെ? അങ്ങനെയൊക്കെ പറയും. പെട്ടെന്ന് തന്നെ അവരുടെ മൂഡ് സ്വിങ് ചെയ്ത് അവരെ ഹാപ്പി ആയി മാറും. അങ്ങനെ ഇമോഷണലി അവർക്ക് ഉണ്ടാകുന്ന കുറെ ചേഞ്ചസ് ആണ്. ട്രമെൻഡസ് ചേഞ്ചസ് ആണ്. കുറേ ചേഞ്ചസ് ഈ ഒരു സമയത്ത് വരും. അവരുടെ പെട്ടെന്ന് ദേഷ്യം വരും, മൂഡ് സ്വിങ്സ് ആയിരിക്കും, അങ്ങനെ കുറെ കാര്യങ്ങൾ ഈ സമയത്ത് വരികയാണ്. അവർക്ക് ചില കാര്യങ്ങൾക്ക് പേടി തോന്നും. പിന്നെ ഒരു കാരണമില്ലാതെ അവര് ദേഷ്യം ഇങ്ങനെ ഭയങ്കരമായിട്ട് വാശി പിടിച്ച് കരയും, വാശി എടുക്കും. അതെല്ലാം പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു ഏർലി ചൈൽഡ്ഹുഡില് അങ്ങനെയുള്ള ഇമോഷൻസ് വളരെ കോമൺ ആയിട്ട് വരാറുണ്ട്. ഡിസിക്ലീബ്രിയം എന്ന് പറയുന്നത് അൺസ്റ്റേബിൾ ആയിരിക്കും. ഇമോഷണലി അൺസ്റ്റേബിൾ ആവും. പലപ്പോഴും അൺസ്റ്റേബിൾ ആയിരിക്കും കുട്ടി. എന്താണ് അവരെന്തിനാണ് ദേഷ്യപ്പെടുന്നതെന്നോ എന്തിനാണ് കരയണമെന്നോ അങ്ങനെയുള്ള റീസൺസ് ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള പല ആക്ഷൻസ് ഉണ്ടാവും. ഈ ഏർലി ചൈൽഡ്ഹുഡ്, ആ പ്രീ സ്കൂൾ ചൈൽഡ്ഹുഡ്, ആ സമയത്ത് ഉണ്ടാകുന്ന ചില പോയിന്റ്സ് 5 പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ചീഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇമോഷൻസ് ഡ്യൂറിങ് പ്രീ സ്കൂൾ ഇയേഴ്സ്. ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞതുമായി റിലേറ്റ് ചെയ്യാൻ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ? നമ്മൾ കണ്ടിട്ടുള്ള കുട്ടികളിലോ നമ്മളുടെ സ്വന്തം ബേബീസിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ക്യാരക്ടറിസ്റ്റിക്സ് കണ്ടിട്ടുണ്ടോ? പെട്ടെന്ന് അവര് കരയുക, പെട്ടെന്ന് പേടിക്കുക, അങ്ങനെ എന്തെങ്കിലും? ഏതെങ്കിലും ഒരു പ്രത്യേക വസ്തു, എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് കാണുമ്പോൾ പെട്ടെന്ന് അവർക്ക് ഒരു ഇന്റൻസ് ആയിട്ടൊരു ഫിയർ, ഒരു പേടി വരിക, അങ്ങനെ ഏതെങ്കിലും? ഈ കഴിഞ്ഞ ദിവസം മറ്റേ പെയിന്റ് ഇങ്ങനെ കഴിഞ്ഞ ദിവസം മതിലിങ്ങനെ വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ പെയിന്റ് കയ്യിലായപ്പോ അത് നോക്കിയിട്ട് ഒറ്റ കരച്ചിലായിരുന്നു. കറുപ്പ് പെയിന്റും കൂടിയായിരുന്നു. അത് നോക്കിയിട്ട് ഭയങ്കര കരച്ചില്. പിന്നെ അതുപോലെ തന്നെ കാലിൽ ഇതുപോലെ ഇച്ചിരി ഒരു മഷിയായപ്പോ അതുപോലെ തന്നെ അത് നോക്കിയിട്ട് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. പിന്നെ ഇടക്കിടക്ക് ഇങ്ങനെ കൈ നോക്കും ഉണ്ടാവല്ലോ, എന്നിട്ട് ഇല്ലെങ്കില് കുഴപ്പമില്ല. മാം എന്റെ മോനിക്ക് ഉണ്ടായിരുന്നു ഈ പിന്നെ ഫ്ലവേഴ്സ് ഇല്ലേ, റോസ് ഫ്ലവർ, അതേപോലെ അങ്ങനത്തെ ഫ്ലവർ ഒക്കെ നമ്മൾ കൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ പേടിച്ച് പിറകിലേക്ക് മാറും. അങ്ങനെ ഒരു ചെറുപ്പത്തിലിട്ട് എപ്പോഴല്ല ചെറിയ കുട്ടിയായിരിക്കുമ്പോ അവനക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പൊ വലുതായി +1 പഠിക്കണം. പക്ഷെ ഇപ്പൊ സ്പൈഡറിനെ പേടിയാ എപ്പോഴും. ചിലർക്ക് കോക്രോച്ച് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനത്തെ ഓരോ പേടികളുണ്ടാവും, ഏതെങ്കിലും ഇൻസെക്ട്സിനെ. അതല്ലാതെ ഇപ്പം ഹരീഫ പറഞ്ഞ പോലെ, നസീമ പറഞ്ഞ പോലെ നമ്മൾ വിചാരിക്കും ഇതിനെന്ത് എത്ര പേടിക്കാന്ന് നമുക്ക് തോന്നുന്നത് അവർക്ക് ഒരു ഫിയർ ആയിരിക്കും. പേടിയാ. ഹെയർ നമ്മുടെ വീണ ഹെയർ ഒക്കെ ഉണ്ടാവില്ല, അത് കയ്യിലോ എങ്ങാനും ഒക്കെ വീണാല് ഭയങ്കര പേടിച്ച് കരയും. അതുമാതിരി എക്സ്പെക്ട് ചെയ്യുന്ന ഹെയർ ഉണ്ടാവില്ലേ, അതൊക്കെ കണ്ടാല് ഭയങ്കര പേടിയാ. ഓ ശരി. മാം എന്റെ മോന് ഇപ്പോഴും തവളനെ കണ്ട ഭയങ്കര പേടിയാ. 15 വയസ്സായി. ആണോ? ജിത് എന്തെങ്കിലും പറയാനുണ്ടോ? ഹാൻഡ് റൈസ് കണ്ടോണ്ട് ചോദിച്ചാണേ. ഓക്കെ, അപ്പൊ നമുക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവരുടെ ആ ഇമോഷണൽ ഡെവലപ്മെന്റ് സമയത്ത് അവർക്ക് ഉണ്ടാകുന്ന ഒരു പ്രീ സ്കൂൾ ആ ഒരു ടൈമിലൊക്കെ, ആ ഒരു ചൈൽഡ്ഹുഡ് ടൈമിൽ അവർക്ക് ഉണ്ടാകുന്ന ചില പെട്ടെന്ന് ഉണ്ടാകുന്ന ചില ഇമോഷണൽ ബേസ്റ്റ് ഔട്ട് ആണ് അതെല്ലാം. ഓക്കെ, അതിന് 5 കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തെല്ലാമാണ് അത്, എന്തൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടെന്നുള്ളത്. അതൊന്ന് നിങ്ങൾ പറഞ്ഞത് തന്നെ ഈ സെക്കൻഡ് പോയിന്റ് എനിക്ക് തോന്നുന്നു നസീമ പറഞ്ഞ പോലെ പർട്ടിക്കുലർ ഒബ്ജക്റ്റ്, അവിടെ ആ ഒരു ചുമന്ന റോസാപ്പൂ ഫ്ലവർ എന്തോ ആയിരുന്നു, ആ ഒരു കോൺക്രീറ്റ് ഒബ്ജക്റ്റിനെ റിലേറ്റ് ചെയ്ത് ചില ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്തു. അപ്പൊ അവിടെ പേടി എന്നുള്ളൊരു ഇമോഷൻ ആയിരുന്നു മോൻ എക്സ്പ്രസ് ചെയ്തത്. നെക്സ്റ്റ് ആ 5 പോയിന്റ്സ് നിങ്ങൾ നോക്കൂ, അവിടെ റിലേറ്റ് ചെയ്യാൻ ഒത്തിരി കാര്യങ്ങൾ കാണുമായിരിക്കും. മാം 5th പോയിന്റ് കാണത്തില്ല. 5th പോയിന്റ് പ്രസന്റ് ചെയ്ത ഞാൻ അത് ശ്രദ്ധിച്ചില്ല.
വായിച്ചോ? ചിലപ്പോ ചിലതൊക്കെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. സെക്കൻഡ് പോയിന്റ് ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇമോഷൻസ്, ഇതുപോലെ ഇമോഷൻസ് അവർക്ക് റെഗുലർലി ആയിട്ട് വരും. അത് മോർ സിവിയർ ആയിരിക്കും. പിന്നെ ചില പ്രത്യേക ഒബ്ജക്ട്സിനോടായിരിക്കും അവരെ ഇമോഷൻസ് കാണിക്കുന്നത്. ഇമോഷൻസ് ടെമ്പററി ആയിരിക്കും. അതങ്ങനെ അധിക കാലം നീണ്ടു നിൽക്കുന്നില്ല. പെട്ടെന്ന് തന്നെ ഇമോഷൻസ് ഷിഫ്റ്റ് ചെയ്യും. ഇപ്പൊ റോസാപ്പൂ പേടിയായിരുന്നത് ചിലപ്പോ കുറച്ച് കഴിയുമ്പോൾ അതിനോട് ഇഷ്ടം കാണിക്കായിരിക്കും. അതിന്റെ അത് ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും ഇവരുടെ എയർലി ചൈൽഡ്ഹുഡിൽ. അതിങ്ങനെ ഇറസ്പെക്റ്റീവ് ഓരോന്നും മാറുന്നതിനനുസരിച്ച്, അവരുടെ ഡേ ടു ഡേ മാറുന്നതിനനുസരിച്ച് അതിങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും. ഇവർക്ക് ഇത് ഹൈഡ് ചെയ്യാൻ പറ്റില്ല. അഡൽട്സ് ചെയ്യുന്ന പോലെ ഇമോഷൻസ് ഹൈഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അവരത് ഏതെങ്കിലും രീതിയിൽ ഇൻഡയറക്ട്ലി ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ എക്സ്പ്രസ് ചെയ്യും. ചിലർ ഭയങ്കരമായിട്ട് കരയുമായിരിക്കും. ഉരുണ്ട് കിടന്ന് കരയുന്ന കുട്ടികളെ നമ്മൾ കാണാറുണ്ട്. അല്ലെങ്കിൽ നെയിൽ ബൈറ്റിങ്, ടം സക്കിങ്, സ്പീച്ച് ഡിഫിക്കൽട്ടീസ്. നമുക്ക് മനസ്സിലാവില്ല, പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് അവർ അവരുടേതായ ലാംഗ്വേജിൽ നോക്കും. പക്ഷെ സ്പീച്ച് ഡിഫിക്കൽട്ടീസ് ഒക്കെ കാണിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇവർക്ക് എപ്പോഴും ഒരു സെക്യൂർ ഫീലിംഗ്, മോസ്റ്റ്ലി അവർക്ക് എപ്പോഴും അമ്മയായിരിക്കും സെക്യൂർ ഫീലിംഗ്. സംടൈംസ് സ്ട്രേഞ്ചേഴ്സിനെ കാണുമ്പോൾ ഭയങ്കര ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യും. ചില കുട്ടികൾ മറ്റുള്ളവരെ എടുക്കാൻ കൈ കാണിച്ചാൽ വരുമെന്നില്ലല്ലോ. വളരെ കുറച്ച് കുട്ടികൾക്ക് അതൊരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ചില കുട്ടികൾക്ക് വളരെ ഒരു ഇൻസെക്യൂർ ഫീലിംഗ് ആയിരിക്കും. അവർ ഉറങ്ങില്ല, അമ്മയുടെ അടുത്ത് തന്നെ കിടന്നുറങ്ങണം, അങ്ങനത്തെ ഒരു ഇൻസെക്യൂർ ഫീലിംഗ്. അതൊക്കെ എന്റെ മോൻ കരച്ചിലും അങ്ങനെയായിരുന്നു. ഉണ്ടാവുമോ? പുറത്തുനിന്ന് ആരെയും കണ്ടാൽ കരച്ചിലായിരിക്കും. കരച്ചിലായിരിക്കും. അത് നമ്മൾ അടുത്ത പാരഗ്രാഫ് അതാണ് വരുന്നത്. ഞങ്ങളൊന്ന് സ്ക്രോൾ ചെയ്തേക്കട്ടെ. അമ്മയും കുട്ടിയും തമ്മിൽ ഭയങ്കര ഒരു ഇമോഷണൽ ബോണ്ടിങ് ആയിരിക്കും, അല്ലെ? അത് നമുക്കറിയാം. മിക്കവാറും ചില വീടുകളിലൊക്കെ കാണാറുണ്ട്, അമ്മ എവിടെയെങ്കിലും പോകണമെങ്കിൽ കുട്ടിയെ ഒളിച്ചു പോകുന്നൊക്കെ, അങ്ങനത്തെ ചില സീൻസ് ഒക്കെ ചില വീടുകളിൽ കാണാറുണ്ട്. അമ്മയ്ക്ക് പുറത്തേക്ക് പോകാൻ പറ്റും. ചിലപ്പോ ഈവൻ ഒന്ന് ടോയ്ലറ്റിൽ കയറാൻ പോലും അമ്മയെ സമ്മതിക്കില്ല. അങ്ങനത്തെ രീതിയിൽ ഭയങ്കര ഒരു സിവിയർ ബോണ്ടിങ് അമ്മയും മകനുമായിട്ട് അല്ലെങ്കിൽ മകളുമായിട്ടുണ്ടാകുന്നുണ്ട്. അത് കുട്ടിയുടെ ഒരു ക്രിട്ടിക്കൽ ഫാക്ടർ തന്നെയാണ് കുട്ടിയുടെ സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ്. പലപ്പോഴും പ്രായമായവരുടെ അടുത്തുനിന്ന് അമ്മയ്ക്ക് നല്ല ഫയറിങ് കിട്ടുമായിരിക്കും ആ ഒരു കാര്യത്തിൽ. അമ്മ സമ്മതിക്കുന്നില്ല എന്ന് വെച്ചിട്ട്. പക്ഷെ അത് ഒരു ഇൻസെക്യൂർ ഫീലിംഗ് കുട്ടിക്ക് വരുന്നതാണ്. അതിന്റെ ഫാക്ടേഴ്സ് ഒക്കെ നമ്മൾ ഇനി പറയുന്നുണ്ട്. ഈ ഒരു പാരഗ്രാഫ് കുറച്ചധികം ഉണ്ട്. പാരഗ്രാഫിൽ ആ വോളണ്ടറി 2 എന്ന് പറയുന്നത് അടുത്ത പേജിലേക്ക് അത് പോകുന്നുണ്ട്. അപ്പൊ വോളണ്ടറി 2 എന്നുള്ളത് വരെ ഒന്ന് വായിച്ചിട്ട് നമുക്ക് അതൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിൽ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്: സ്ട്രേഞ്ചർ ആൻസൈറ്റിയും സെപ്പറേഷൻ ആൻസൈറ്റിയും. അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത് എന്താണെന്നൊരു ഐഡിയ കിട്ടും. നമുക്കത് റിലേറ്റ് ചെയ്യാവുന്ന എക്സാമ്പിൾസ് ഉണ്ടെങ്കിൽ നമുക്കത് റിലേറ്റ് ചെയ്ത് ഡിസ്കസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ അതിനെപ്പറ്റി ഒരു ഐഡിയ വരും.
ഓക്കെ, വായിച്ചു കഴിഞ്ഞോ? Yes, ma'am. ക്ലിയർ ആയി കാണും അല്ലെ? ആ രണ്ട് കാര്യങ്ങൾ, സ്ട്രേഞ്ചർ ആങ്സൈറ്റി, സെപ്പറേഷൻ ആങ്സൈറ്റി, ഓൾമോസ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും. ഒരു പരിചയമില്ലാത്തൊരു അൺഫെമിലിയർ ആയിട്ടുള്ള ഒരാൾ വരുമ്പോഴേക്കും പെട്ടെന്ന് കുട്ടി കരയാൻ തുടങ്ങും. അതിനൊരു ആങ്സൈറ്റി ഉണ്ടാകുകയാണ്. അപ്രോച്ച് ചെയ്യുമ്പോൾ കുട്ടി കരയാനായിട്ട് തുടങ്ങും. അത് നോർമൽ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതൊരു പ്രോബ്ലം അല്ല, അതൊരു നോർമൽ കോസ് തന്നെയാണ്. അത് അബൌട്ട് 8 to 9 months കുട്ടി കൂടുതലും ആ ഒരു കാണിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് എന്തെങ്കിലും പറയാനുണ്ടോ? അതൊരു 2 years ഒക്കെ ആകുമ്പോഴേക്കും ആ ഒരു സ്ട്രേഞ്ചർ ആങ്സൈറ്റി എന്നുള്ളത് മാറുന്നതായിരിക്കും. അപ്പൊ ഇത് ഇൻഫന്റ് ഡെവലപ്മെന്റ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയുടെ ഡെവലപ്മെന്റ് അവിടെ എന്താ നടക്കുന്നത്? ഫെമിലിയറും അൺഫെമിലിയറും തിരിച്ചറിയുന്നു അല്ലെ? കുട്ടിക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഫേസ് അതിന് മനസ്സിലാവുന്നു, അൺഫെമിലിയർ ആയിട്ടുള്ള ഫേസ് അത് തിരിച്ചറിയുന്നു. അതൊരു ഡെവലപ്മെന്റ് തന്നെയല്ലേ? ആണോ? അത് കുട്ടിയുടെ ഒരു ഡെവലപ്മെന്റ് തന്നെയാണ്. അപ്പം അത് ആ ഒരു പീരീഡിലാണ് നടക്കുന്നത്, 8 to 9 months. അതിന് സ്ട്രേഞ്ചർ ആയിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ അതിന് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. പിന്നെ ചില ഏജിലൊക്കെ ചില കുട്ടികൾ ഒന്നുമില്ലെങ്കിൽ അമ്മയോട് ഭയങ്കരമായിട്ടൊരു ബോണ്ടിങ് കാണിക്കും, അല്ലെങ്കിൽ അച്ഛനോട്. അങ്ങനെ അതൊരു പർട്ടിക്കുലർ ഏജില് അത് കാണാറുണ്ട്. ചില കുട്ടികൾ അച്ഛനോടായിരിക്കും കൂടുതൽ ഇത് കാണിക്കുക, ചില കുട്ടികൾ അമ്മയോടായിരിക്കും കൂടുതൽ കാണിക്കുക. അതൊക്കെ അവരുടെ ഡെവലപ്മെന്റിന്റെ ചില കാര്യങ്ങൾ തന്നെയാണ്, ക്യാരക്ടറിസ്റ്റിക്സ് തന്നെയാണ്. അതൊക്കെ ഒരു ഫാക്ടേഴ്സ് തന്നെയാണ്. അപ്പൊ അവര് ചിലപ്പോ ഗ്രാൻഡ് പാരന്റ്സിനെ സ്ട്രേഞ്ചേഴ്സ് പോലെ അവർ കാണും. അവർക്ക് ഗ്രാൻഡ് പാരന്റ്സിനോട് ചിലപ്പോൾ ആ ഒരു ഇത് കാണിക്കില്ല. അങ്ങനത്തെ കേസസ് ഉണ്ടായിരിക്കാം. പലപ്പോഴും അത് ചെറിയൊരു കോൺഫ്ലിക്ട്സിനൊക്കെ വീട്ടിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇത് മനസ്സിലാക്കുന്ന അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഗ്രാൻഡ് പാരന്റ്സ് അല്ലെങ്കിൽ പാരന്റ്സ് അവർക്കത് കാര്യം മനസ്സിലാവും. നമുക്ക് അത് കുട്ടിയെ അത് കൺഫറന്റ് ചെയ്യാം. മീൻസ് ലൈക്ക് കുട്ടി അത് പറഞ്ഞ് ആ ഒരു 2 years ഒക്കെ ആകുമ്പോഴും ഇതൊരു സസ്റ്റെയിൻ ചെയ്യുവാണെങ്കിൽ, ഇങ്ങനെ തന്നെ ആണെങ്കിൽ അത് കുട്ടിയെ കൺവിൻസ് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു ഏജ് തന്നെയാണ് 2 years. അത് ഇന്ന ആള്, നമ്മളുടെ റിലേഷൻ, അതെല്ലാം കുട്ടിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നത്. ഇങ്ങനെ വിളിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഇനി സെപ്പറേഷൻ ആങ്സൈറ്റി. അവരെന്താ, അമ്മയില്ലെങ്കിൽ അവർ പെട്ടെന്ന് ആ ഒരു സെക്യൂർ ഫീലിംഗ് ചിലപ്പോൾ അമ്മയായിട്ടായിരിക്കും. അമ്മയില്ലെങ്കിൽ പെട്ടെന്ന് കുട്ടി കരയാനായിട്ട് തുടങ്ങും. പലപ്പോഴും നമുക്കറിയാം, ആദ്യമായിട്ട് സ്കൂളിൽ അല്ലെങ്കിൽ നഴ്സറിയിൽ അല്ലെങ്കിൽ അംഗൻവാടി കൊണ്ടാക്കുമ്പോൾ അമ്മയില്ലെങ്കിൽ ഭയങ്കരമായിട്ട് കുട്ടി കരയും. ആദ്യത്തെ 1-2 ആഴ്ച അമ്മ പോയി ചിലപ്പോൾ കൂടെ ഇരിക്കണ്ടാവുമായിരിക്കും. പിന്നെ പതുക്കെ അമ്മ കുട്ടി കാണാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അതൊക്കെ ഇങ്ങനെയുള്ള സീൻസ് എല്ലാം നമ്മൾ കോമൺ ആണ്, നമ്മൾ കാണാറുണ്ട്. നിങ്ങൾ ആരെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇത് നോർമൽ സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ്. സെപ്പറേഷൻ ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ അതൊരു നോർമൽ സ്റ്റേജ് ആണ് ഡെവലപ്മെന്റിന്റെ. അതും ഒരു 8 months അങ്ങനെ തന്നെയാണ്. ഇത് പീക്ക് ആവുന്നത് 10 and 18 months അത് 24 months ഒക്കെ ആവുമ്പോൾ റിസോൾവ് ആവുന്നതാണ് പറയുന്നത്. പക്ഷെ അത് കണ്ടിന്യൂ ചെയ്യാറുണ്ട്. 3.5 വയസ്സിലൊക്കെ ഇതിനെ പ്രീ സ്കൂളിലൊക്കെ കൊണ്ടാക്കുമ്പോൾ സെപ്പറേഷൻ ആങ്സൈറ്റി ഡിസോർഡർ. അത് പക്ഷെ പലപ്പോഴും കുട്ടികളുടെ ഒരു 1 week 2 weeks ഒക്കെ കഴിയുമ്പോൾ അത് മാറി അവർ ആ എൻവയോൺമെന്റുമായിട്ട് അവരെ അഡ്ജസ്റ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പലപ്പോഴും റിഫ്യൂസൽ ടു ഗോ ടു സ്കൂൾ, അതൊരു കോമൺ ഇതാണ്. സെപ്പറേഷൻ ആങ്സൈറ്റിയുടെ ഒരു ഭാഗമാണ് റിഫ്യൂസൽ ടു ഗോ ടു സ്കൂൾ. സ്കൂളിലേക്ക് പോകാനായിട്ട് അവർ ബുദ്ധിമുട്ട് കാണിക്കുക. പലപ്പോഴും അമ്മമാര് ഫ്രസ്ട്രേറ്റഡ് ആയി പോവാറുണ്ട്. കുട്ടി അമ്മയുടെ കയ്യിൽ നിന്ന് ഇറങ്ങില്ല, അങ്ങനത്തെ കുറെ കണ്ടീഷൻസ് ഒക്കെ വരുന്നത്. അപ്പൊ ഇത് തന്നെയാണ് കുട്ടിയുടെ ആ ഒരു ആങ്സൈറ്റി, ഒരു ഇൻസെക്യൂർ ഫീലിംഗ് ആണ് ആ ഒരു സമയത്ത് ഉണ്ടാകുന്നത്. അവര് ചിലപ്പോ കരയാം, നെക്സ്റ്റ് മൊമെന്റ് പെട്ടെന്ന് തന്നെ അവരെ ഹാപ്പി ആകാം. അവരുടെ ഇമോഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് ടൈമിലേക്ക് വരുള്ളൂ. ട്രാൻസിയന്റ് ആണ്. ട്രാൻസിയന്റ് എന്ന് പറഞ്ഞാൽ വളരെ ഷോർട്ട് ടൈം സ്പാനിൽ ആ ഇമോഷൻസ് വരുള്ളൂ.
പിന്നെ സംടൈംസ് അത് ഉണ്ടാകാറില്ല, വോളണ്ടറിയും കൂടിയാണ്, ചിലപ്പോൾ മാത്രമേ ഉണ്ടാകാറുള്ളൂ. ഈ സ്ട്രേഞ്ചർ ആങ്സൈറ്റി, സെപ്പറേഷൻ ആങ്സൈറ്റി രണ്ടിനെ പറ്റി പറഞ്ഞത്. സ്ട്രേഞ്ചർ ആങ്സൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെമിലിയറും അൺഫെമിലിയറും തമ്മിലുള്ള ഡിഫറൻസിയേഷൻ അത് മനസ്സിലാക്കുന്ന ഒരു ഫാക്ടർ തന്നെയാണ് അത്. ലാസ്റ്റ് ഒരു സെന്റൻസും കൂടി ഉണ്ടായിരുന്നുള്ളൂ. പല അവരുടെ ഇമോഷൻസിൽ ചിൽഡ്രൻ വേരി ഇൻ ദർ ഇമോഷൻസ്, ലാസ്റ്റ് പേജിൽ ഉണ്ടായിരുന്നതായിരുന്നു. അവരുടെ ഇമോഷൻസിൽ പല വേരിയൻസ് ഉണ്ടാവുന്നു. വേരിയേഷൻ അവരുടെ ഫിസിക്കൽ ഹെൽത്ത്, അതുപോലെ തന്നെ സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റ്, വീട്ടിലുള്ള സോഷ്യോ ഇമോഷണൽ എൻവയോൺമെന്റുമായിട്ട് കണക്റ്റഡ് ആണ്. അതെന്തെല്ലാം ഫാക്ടേഴ്സ് ആണ് ഈ ഇമോഷണൽ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് വരുന്നത്. ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ഇമോഷണൽ ഡെവലപ്മെന്റ്. നിങ്ങൾക്ക് അത് നോക്കാതെ തന്നെ പറയാൻ പറ്റും ഒരു കുട്ടിയുടെ ഈ സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റ്, വീട്ടിൽ ആ എൻവയോൺമെന്റ് എങ്ങനെയായിരിക്കും, അതിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് ആ കുട്ടിയുടെ ഡെവലപ്മെന്റിൽ അതിനെ എഫക്ട് ചെയ്യും, പറയാനായിട്ട് പറ്റുമോ? ഏതെങ്കിലും 1-2 കാര്യങ്ങൾ? നോ പ്രോബ്ലം. അത് വായിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഫസ്റ്റ് 2 പോയിന്റ്സ് വായിക്കാനായിട്ട് പറ്റും, പിന്നെ ഞാൻ സ്ക്രോൾ ചെയ്യാം. അപ്പൊ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെന്റ്, ഇന്റലിജൻസ്, ഇത് രണ്ടും വായിച്ചു. കാണുന്നില്ല. കാണുന്നില്ല? ഇന്റലിജൻസിന്റെ മോൾക്ക് ഹെഡിങ് കാണാനില്ല. ഏതാ? ഇന്റലിജൻസ്, ഫാമിലി ഇന്റലിജൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട് പോയിന്റ്സ്. അതിന്റെ മുകളിലത്തെ പോയിന്റ് കാണാനില്ല, ഹെഡിങ്. ഇത് ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെന്റ്, അത് കാണുന്നില്ല? ഇല്ല, കാണുന്നില്ല. മീൻസ് കാണാം. ആണോ? ഒന്ന് സൂം ചെയ്തൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വ്യൂ ചെയ്യാവുന്ന ആ ഒരു ഭാഗമാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പൊ എനിക്കത് നോക്കിയാൽ അത്രയും ഭാഗം ബാക്കിയുള്ള പാർട്ടിസിപ്പൻസിനും കാണാമെന്നാണ് എന്റെ ഒരു വിശ്വാസം. ഫസ്റ്റ് 2 സ്റ്റാർസ് കാണാമോ? കറക്റ്റ്. കാണുന്നില്ലേ? ജ്യോതിക്ക് ഇപ്പൊ കാണാമോ? യെസ് മാം, ഇപ്പൊ കാണാം. ഫസ്റ്റ് 2 സ്റ്റാർസ് ഒന്ന് വായിക്കാം, എന്നിട്ട് നമുക്ക് അടുത്തേക്ക് ഓരോന്നിലേക്ക് പോകാം. വായിച്ചു കഴിഞ്ഞോ? കഴിഞ്ഞു മാം. ഓക്കെ, ഈ ഇമോഷണൽ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. അപ്പൊ അതിനു മുമ്പ് ഈ ഇമോഷണൽ ഡെവലപ്മെന്റ് ആ ഇൻഫാൻസി സ്റ്റേജിൽ തുടങ്ങി അഡൾട്ട് ആകുന്ന ഓരോ സ്റ്റേജിലും അതിന് ഡെവലപ്മെന്റ് ഗ്രോത്ത് സംഭവിക്കുന്നുണ്ട്. അപ്പോ ഈ ഇൻഫാൻസി സ്റ്റേജിൽ അവർക്ക് കറക്റ്റ് ലാംഗ്വേജ് ഒന്നും വന്നിട്ടില്ല. അവരവരുടെ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നത് അവരുടേതായ ചില ലാംഗ്വേജിലായിരിക്കും. ഇവരുമായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള കെയർ ഗിവർ, അതിപ്പോ അമ്മയാണെങ്കിൽ മദർ ആണെങ്കിൽ, അതായത് ഇവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ചിലപ്പോൾ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന അമ്മയ്ക്കായിരിക്കും. അപ്പൊ അങ്ങനെ അവർ പറയുന്ന കാര്യങ്ങൾ, അവരുടെ കൊടുക്കുന്ന ക്ലൂസ്, അങ്ങനെ ഓരോ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നത് ഈ കെയർ ഗിവർ ആയിരിക്കും, അമ്മയായിരിക്കാം. അമ്മ അല്ലെങ്കിൽ വേറെ ആരാണെന്ന് വെച്ചാൽ അത് ജനറലി മദർ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ മദർ എന്നുള്ള രീതിയിൽ തന്നെ പറയും.
അപ്പൊ അതുകൊണ്ട് ഈ കെയർ ടേക്കർ, കുട്ടിയെ നോക്കുന്ന ആള്, നമുക്കിവിടെ മദർ എന്ന് തന്നെ പറയാം, വളരെ ഒന്നോ രണ്ടോ ഒറ്റപ്പെട്ട ഇതിലായിരിക്കും വേറെ ആരെങ്കിലും ഉണ്ടായിരിക്കുന്നത്. അവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്ത് കാണിക്കാൻ പറ്റുന്ന വ്യക്തി അതാണ്. കൂടുതലും കുട്ടി കംഫർട്ട് ആവുന്നത് ആ കെയർ ടേക്കറുടെ കയ്യിലായിരിക്കും. അത് അമ്മയാണോ ആര് വേണമെങ്കിലും. അത് അവരുടെ ഇമോഷൻസ് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും, സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും കുട്ടിക്ക് അത് എക്സ്പ്രസ് ചെയ്ത് കാണിച്ച് കൺവിൻസ് ചെയ്യിക്കാൻ പറ്റുന്ന ആള് ആ കെയർ ടേക്കർ ആയിരിക്കും. പിന്നെ അത് കൂടാതെ ഈ വളരെ ചെറുതായിരിക്കുന്ന കുഞ്ഞു ബേബീസ് ആയിരിക്കും, അതായത് ബർത്ത് തുടങ്ങിയ ഒരു 6 month ഒക്കെ ആവുന്ന സമയത്ത് പല കാര്യങ്ങളും ഇവര് മനസ്സിലാക്കുവാണ്. പല കാര്യങ്ങളും വീട്ടിലുള്ള ആൾക്കാരെ മനസ്സിലാകുന്നു. പിന്നെ ആ സമയത്ത് കുട്ടി ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ അത് അതിന്റെ കൈ ഇങ്ങനെ കമിഴ്ന്ന് കിടക്കുവാണെങ്കിൽ കൈ ഇങ്ങനെ പിടിച്ചിട്ട് കൈയിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മള് കളിയാക്കി ചോദിക്കുമല്ലോ, എത്ര വിരലുണ്ടെന്ന് എണ്ണുവാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ അത് കാണുമ്പോൾ അങ്ങനെ ചോദിക്കാറുണ്ട്. പിന്നെ അവരവരുടെ ഹാൻഡിലെ ഫിംഗേഴ്സിനെ നോക്കും, ചിലപ്പോ ആ വിരലെടുത്ത് വായിൽ വെക്കും. പിന്നെ നമ്മൾ ആരെങ്കിലും ഇവരുടെ ബോഡിയുടെ ഏതെങ്കിലും പാർട്ടിൽ ചെന്നൊന്ന് ടച്ച് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് അവരൊക്കെ ആ ശ്രദ്ധ ആ ഭാഗത്തേക്ക് പോകും, എവിടെയാണോ ടച്ച്. ആ ഒരു സെൻസ് ഒക്കെ കുട്ടിക്ക് വരുന്ന ഒരു പ്രായമാണ് 0 to 6 month. ആ ഒരു സമയത്ത് ഇതൊക്കെ അതിന്റെ ഇമോഷണൽ ഡെവലപ്മെന്റ്. അപ്പൊ ആ ഒരു ടച്ച്, ആ ഒരു സെൻസ് ആ കുട്ടിക്ക് മനസ്സിലാവുകയാണ്, എവിടെയാണ് ടച്ച് എന്നൊക്കെ ടച്ച് ചെയ്തതൊക്കെ മനസ്സിലാവുക. പിന്നെ അതിന് മനസ്സിലാവണം ആള് സെപ്പറേറ്റഡ് ആയി, മീൻസ് നേരത്തെ അമ്മയുടെ ഒപ്പം അങ്ങനെയുള്ള രീതിയിൽ നിന്ന് സെപ്പറേറ്റഡ് ആയിക്കൊണ്ടിരിക്കുക, വേറൊരു ഇൻഡിവിജ്വൽ ആണ് എന്നുള്ള ആ ഒരു ഇത്, അതിന്റെ ഒരു ചെറിയ സൈൻ കുട്ടിക്ക് കിട്ടുന്നുണ്ട് ആ ഒരു സമയത്ത്. പിന്നെ നമ്മളെ നോക്കിച്ചിരിക്കും, നമ്മൾ എന്തെങ്കിലും ടോയ്സ് ഒക്കെ എടുത്ത് കളിപ്പിക്കുവാണെങ്കിൽ അതിൽ കൂടുതൽ കുട്ടി എൻഗേജ്ഡ് ആകുന്നു, നമ്മളുടെ ടച്ചിന് റെസ്പോണ്ട് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നു. പിന്നെ ഒരു 6 to 1 year ഒക്കെ ആവും, 6 month തുടങ്ങി 1 year ഒക്കെ ആവുമ്പോൾ ഫാമിലി മെമ്പേഴ്സിന്റെ അടുത്ത് ഒരു ഇഷ്ടമൊക്കെ കാണിക്കാൻ തുടങ്ങും. ചിലപ്പം ഗ്രാൻഡ് പാരന്റ്സിന്റെ അടുത്ത് ഒരു പ്രത്യേക ഇഷ്ടം, സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ അവരോടൊരു പ്രത്യേക ഇഷ്ടം, അങ്ങനെ അതിന് ചുറ്റുമുള്ള ആ ഒരു എൻവയോൺമെന്റുമായിട്ട് അത് അഡാപ്റ്റ് ആകും. അതൊക്കെ നമുക്കറിയാമായിരിക്കാം, കാരണം ഈ ഒരു ഏജിലുള്ള പിള്ളേരൊക്കെ പോയിട്ടുണ്ടെങ്കിൽ. പിന്നെ പല രീതിയിലുള്ള ഇമോഷൻസ് കാണിക്കും, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ്, ഹാപ്പിനെസ്, ആങ്കർ, സാഡ്നെസ്, പിന്നെ ഫിയർ, അങ്ങനെയുള്ള പലതും കാണിക്കും. പിന്നെ സ്ട്രേഞ്ചർ ആങ്സൈറ്റി നമ്മൾ പറഞ്ഞു, അവരെ തമ്മിൽ മനസ്സിലാക്കാൻ പറ്റും, ഫെമിലിയർ ആയിട്ടുള്ള ആൾക്കാരെ അൺഫെമിലിയർ ആയിട്ടുള്ള ആൾക്കാരെയും ഫാമിലി മെമ്പേഴ്സിനെ പ്രത്യേകം അറിയാൻ പറ്റും. പിന്നെ അവൻ ഒരു ടോയ് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ നമ്മൾ അത് ആ ടോയ് അവന്റെ കയ്യിൽ എടുക്കുമ്പോൾ അതിന്റെ ഫ്രസ്ട്രേഷൻ കാണിക്കും. പിന്നെ ചില വേർഡ്സും ജസ്റ്റേഴ്സും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിനെ റെസ്പോണ്ട് ചെയ്യും. പിന്നെ കുട്ടിക്കൊരു പേരിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പേര് വിളിച്ച് ഇങ്ങനെ ഇതാക്കുമ്പോഴേക്കും ആ പേര് അവന് ഫെമിലിയർ ആവും, അപ്പൊ അതിന് മനസ്സിലാവും സ്വന്തം പേരാണ്, അപ്പൊ അത് ആ പേര് വിളിക്കുമ്പോൾ അതിനെ റെസ്പോണ്ട് ചെയ്യും. പിന്നെ ഒരു 1 year സ്റ്റേജ് ഒക്കെ കഴിയുമ്പോഴേക്കും പലതും ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി കിട്ടും. അങ്ങനെ പിന്നെ ചില ആക്ഷൻസ് ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങും, അല്ലെ? നമ്മളിപ്പോ എന്തെങ്കിലും ആക്ഷൻസ് കാണിക്കുവാണെങ്കിൽ അത് ഇമിറ്റേറ്റ് ചെയ്യാൻ പറയും, അതുപോലെ ചെയ്യാനായിട്ട്. ചാറ്റയൊക്കെ കൊടുക്കുമ്പോൾ അതുപോലെ തന്നെ കൈ അത് അങ്ങനെ ചെയ്യും. അതൊക്കെ മ്യൂസിക് ഒക്കെ കേൾക്കണ സമയത്ത് ഡാൻസ് ചെയ്യാൻ തുടങ്ങും. അതെ അതെ, ശരിക്കും. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും. ചെറിയൊരു പാത്രത്തിലെ ഫുഡ് എന്തെങ്കിലും അതിന് കഴിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ വെച്ചു കൊടുത്തു കഴിഞ്ഞപ്പോ ചെറിയ ദോശയുടെ പീസായിട്ടൊക്കെ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ തന്നെത്താൻ അത് കഴിക്കാനായിട്ട് ശ്രമിക്കും, അല്ലേ? പിന്നെ ഒരു 1-2 years ഒക്കെ ആകുമ്പോൾ എന്താണ് സ്വന്തം ഇമേജ് മിററിൽ കണ്ടാൽ അത് മനസ്സിലാകും. പിന്നെ കളിക്കാൻ നേരത്ത് ലീഡ് ചെയ്യാൻ തുടങ്ങും, ചിലപ്പോൾ കളിക്കുമ്പോൾ ലീഡിങ് അങ്ങനെ തുടങ്ങും. അഡൽട്സിന്റെ ആക്ഷൻസ് ഇമിറ്റേറ്റ് ചെയ്യും, ചിലപ്പോൾ ഒറ്റയ്ക്ക് കളിക്കാനായിട്ട് തുടങ്ങും. പിന്നെ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മളൊരു അപ്രീഷിയേഷൻ കൊടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കും. പിന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ കഴിഞ്ഞ ദിവസം ആരായിട്ട് പറയാൻ എനിക്ക് ഓർമ്മയില്ല, ഹെൽപ്പ് ചെയ്യണം, ടോയ്സും എല്ലാം നിരത്തിയിടും, നമ്മൾ അത് ചെയ്തിങ്ങനെ കാണിക്കുമ്പോഴേക്കും കുറെയൊക്കെ കുട്ടി ചെയ്യും, കുറച്ച് ചെയ്യുമ്പോൾ ആള് മടുക്കും, ഉമ്മ ചെയ്തോട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ ട്രൈസ് ടു ഹെൽപ്പ് ചെയ്യും. അങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എടുത്ത് തിരിച്ചറിയാനുള്ള കഴിവുണ്ടാവും. അതെ. പിന്നെ ഈ ചില ഒത്തിരി ചെറിയ പ്രായത്തിലൊക്കെ ആയിരിക്കും ഈ മണ്ണെണ്ണയൊക്കെ കുപ്പിയിൽ, ട്രാൻസ്പെറന്റ് കുപ്പിയിൽ ഇരിക്കുമ്പോൾ നല്ല നീല കളറിലൊക്കെ ഇരിക്കുമ്പോൾ അതൊക്കെ എടുത്ത് കുടിക്കാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. കുടിക്കുന്ന എന്തോ ആണെന്നുള്ള ധാരണയില് അങ്ങനെയൊക്കെ ചെയ്യും. അപ്പം അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്.
അതേപോലെ എന്റെ മോള് ചെറുതായിരിക്കുമ്പോ ഞാൻ ഈ പൊട്ടുകടല കൊടുത്തിട്ടുണ്ടായിരുന്നു പ്ലേറ്റിലിട്ടിട്ട്. പക്ഷെ അതിനൊക്കെ എടുത്ത് മൂക്കിലൊക്കെ ഇട്ട് ലാസ്റ്റ് ഞാൻ പ്ലക്കർ കൊണ്ടൊക്കെ ചെറുതായിട്ട് എടുത്തു കൊടുത്തു. അങ്ങനെ ഭയങ്കര ഇതായിരുന്നു. പെൺകുട്ടികള് കുഴപ്പമുണ്ടാവില്ല, ആൺകുട്ടികള് മൂത്ത ആള് കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ രണ്ടാമത്തെ മോളായിരുന്നു, മോള് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ കുറച്ച് വലുതായിട്ട് പോലും നമ്മൾ ഈ ബസ്സിൽ പോണ സമയത്ത് ഒരു ഹസ്ബൻഡ് ഏട്ടൻ്റെ വീട്ടിൽ പോയിരുന്നു. അപ്പൊ ഈ ബസ്സിൽ ചെറിയ പൂക്കൾ ഇങ്ങനെ തൂങ്ങി നിന്നിട്ട് അത് എടുത്തിട്ട് ചെവിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ടൊക്കെ ശരിയാക്കി. ഇപ്പൊ കുഴപ്പമില്ല, ആള് വലുതായപ്പോ നല്ല സൈലന്റാ. 2 to 3 years ഒക്കെ ആകുമ്പോൾ വളരെ ക്രിയേറ്റീവ് ആയിരിക്കും. ചിലപ്പോൾ തന്നെത്താനെ ഡ്രസ്സ് ഇടാനും ഡ്രസ്സ് റിമൂവ് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവർക്ക് വരും. പിന്നെ അവര് ടേസ്റ്റ് മനസ്സിലാക്കാൻ തുടങ്ങും. എരിവ്, പുളി, ഉപ്പ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം അവർക്ക് അതിനനുസരിച്ച് അവരുടെ ടേസ്റ്റ് മാറുന്ന ഒരു ടൈമാണ്. പിന്നെ കളിക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് ടോയ്സ് സെലക്ട് ചെയ്യും. ആൺകുട്ടികളാണെങ്കിൽ ചിലപ്പോൾ വണ്ടികളുടെ പുറകെ പോകും, പെൺകുട്ടികളാണെങ്കിൽ ഡോൾസിന്റെ പുറകെ പോകും. കോമൺ ആയിട്ട് ജനറലി അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉള്ളത്. അങ്ങനെ ഓരോ ഏജിലും അവർ കാണിക്കുന്ന ഓരോ കാര്യങ്ങൾ. പിന്നെ ഒരു 3-4 years ഒക്കെ ആകുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസിനനുസരിച്ച് അവർ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. പിന്നെ ചില ആക്ടിവിറ്റീസ് നമ്മളുടെ സപ്പോർട്ട് ഇല്ലാതെ അവർ ചെയ്യും. പിന്നെ സിബ്ലിങ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് ഷെയറിങ് തുടങ്ങും, ടോയ്സ് ഒക്കെ ഷെയർ ചെയ്യാൻ തുടങ്ങും. പിന്നെ ഈ പ്രറ്റൻഡ് പ്ലേയിൽ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരിക്കും. ടീച്ചറും കുട്ടിയും അല്ലെങ്കിൽ അമ്മയും കുട്ടിയും അങ്ങനെ രീതിയിലുള്ള കളികളൊക്കെ ഇല്ലേ, അങ്ങനെ പ്രറ്റൻഡ് പ്ലേ ഒക്കെ ചെയ്യാനായിട്ട് കുറച്ചുകൂടെ ഇൻട്രസ്റ്റഡ് ആയിരിക്കും 3 to 4 years. 4-6 ഒക്കെ ആവുമ്പോഴേക്കും ഗുഡ് ബിഹേവിയർ, ബാഡ് ബിഹേവിയർ അതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടായിരിക്കും. പിന്നെ ഫ്രണ്ട്ഷിപ്പ്, പിയർ ഗ്രൂപ്പുമായിട്ട് അതർ കിഡ്സുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യും. അവരെ നമ്മൾ പ്രീ സ്കൂളിലേക്ക് ആക്കുന്ന ഒരു പ്രായമായിരിക്കും. മറ്റുള്ളവരുടെ ഫീലിങ്സ്, ഇമോഷൻസ് മനസ്സിലാക്കാനായിട്ട് പറ്റും. കാരണം ആരെങ്കിലും ഒന്ന് കരയുമ്പോഴേക്കും ഭയങ്കര സങ്കടം തോന്നും. അത് കുറച്ച് മുമ്പുള്ള ഏജിലും അവർക്കത് ഉണ്ടാവും. പിന്നെ ഗെയിംസിലൊക്കെ കുറച്ച് കോമ്പറ്റീഷൻ ഒക്കെ വരുന്ന ഗെയിംസിലൊക്കെ ഇൻവോൾവ് ആകാനായിട്ട് തുടങ്ങും. പിന്നെ കളിക്കുമ്പോൾ ലീഡ് ചെയ്യാനായിട്ട്, ഗ്രൂപ്പ് ഫ്രണ്ട്സുമായിട്ട് കളിക്കുമ്പോൾ ലീഡ് ചെയ്യാനായിട്ട് തോന്നും. കറക്റ്റ് ആയിട്ട് ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യും. പിന്നെ ഡ്രോയിങ്, അങ്ങനെയുള്ള ക്രിയേറ്റീവ് ഡ്രോയിങ്ങിലൊക്കെ ചിലപ്പോൾ ഇൻട്രസ്റ്റ് ഒക്കെ കാണിക്കാനായിട്ട് തുടങ്ങും. ഓക്കെ, നമുക്ക് പിന്നെ ഫാക്ടേഴ്സിലേക്ക് പോവാം. അവരുടെ ആ ഒരു ഏജിലെ ഓരോ സമയത്തും നമുക്ക് റിലേറ്റ് ചെയ്യാവുന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മളുടെ തന്നെ ലൈഫിൽ ഉണ്ടായിരിക്കും. അപ്പൊ ഇത് ഫസ്റ്റ് ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെന്റ് ആയിരുന്നു. അതിലെന്തായിരുന്നു പറഞ്ഞത്? എന്തായിരുന്നു? ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻറ്റ് ഉണ്ട് കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റില്. ഭയങ്കരമായിട്ട് കോൾഡ് കുഞ്ഞിനുണ്ടെങ്കിൽ ഭയങ്കര ഇറിറ്റേഷൻ കാണിക്കൂലേ. ഭക്ഷണം കൊടുത്താൽ ചിലപ്പോൾ കഴിക്കില്ല, വെള്ളം കൊടുത്താൽ അതിന് കാരണം മൂക്ക് അങ്ങനെ അടഞ്ഞിരിക്കുക. മൂക്ക് തന്നെയാണെങ്കിലും മൂക്ക് അടഞ്ഞാൽ ഭയങ്കര ഫ്രസ്ട്രേഷൻ. ഒരു വീക്ക്നെസ് അല്ലെങ്കിൽ വീക്ക് ആയിരിക്കുമ്പോൾ, ഇൽനെസ് ആയിരിക്കുമ്പോൾ കുട്ടിയുടെ ഇമോഷൻസ് അത് വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും. ആ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് അത് സഫർ ചെയ്യും. ഓക്കെ, അപ്പൊ ഹെൽത്ത് ഇമോഷണൽ ഡെവലപ്മെന്റിനെ ബാധിക്കുന്ന ഒരു ഫാക്ടർ തന്നെയാണ് ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെന്റ്. ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആവും കുട്ടി ഹെൽത്ത് ശരിയല്ലെങ്കിൽ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? നമുക്ക് ഹെലൻ കില്ലറെ പറ്റി അറിയാം അല്ലെ? ആരായിരുന്നു ഹെലൻ കില്ലർ? റൈറ്റർ ആയിരുന്നു. ചെവിടും കേൾക്കില്ല, വർത്താനം പറയില്ല, കാണാനും പറ്റില്ല അല്ലെ? 7 years വരെ ഈ പ്രോബ്ലം, വ്യക്തിയായിരുന്നു. 7 years വരെ നോർമൽ ചൈൽഡ് ആയിരുന്നു. പക്ഷെ ആഫ്റ്റർ 7 years ആണ് ഇത് സംഭവിച്ചത്. ഒരു പനി പോലെ വന്നിട്ടാണ് സംഭവിക്കുന്നത്. ഫ്രസ്ട്രേറ്റഡ് ആവുകയാണ് ഹെലൻ കില്ലർ. കാരണം അത് ഇൽനെസ്സിലേക്ക് പോയി, ഡഫും ഡംബും ആയി, കേൾക്കുന്നുമില്ല, സംസാരിക്കാനും പറ്റുന്നില്ല. ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയി. ഹെലൻ കില്ലറിനൊരു നല്ലൊരു ടീച്ചറെ കിട്ടി. അങ്ങനെയാണ് ഹെലൻ കില്ലർ നല്ല രീതിയിൽ ആ ടീച്ചർ സപ്പോർട്ട് ചെയ്തു. ടീച്ചറുടെ പേര് ആനി സലവൻ എന്നായിരുന്നു. അപ്പൊ അതൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ പറയാം. പിന്നെ ഹെലന്റെ ഓരോ ഡെവലപ്മെന്റ് സ്റ്റേജിലും ആനി സലവൻ കൂടെ ഉണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ ഇന്റലിജൻസ് ആയിരുന്നു. ഫസ്റ്റ് ഇതിൽ നമുക്ക് മനസ്സിലായല്ലോ, അത് നമ്മുടെ സിമ്പിൾ ഒരു കോൾഡ് വരുമ്പോൾ കുട്ടി എങ്ങനെ റിയാക്ട് ചെയ്യുന്നു മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാല് എങ്ങനെ ഹെൽത്ത് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളത്, ഇമോഷണൽ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളത് മനസ്സിലാക്കും. ഇന്റലിജൻസ്,
അതെന്തായിരുന്നു പറഞ്ഞത്? ലെസ് ഇന്റലിജൻസ് ഉള്ള ഒരാൾ കുട്ടിയും ഹൈ ഇന്റലിജൻസ് ആയ കുട്ടി. ലെസ് ഇന്റലിജൻസ് ആയവർക്ക് അറിയില്ല ഏത് സിറ്റുവേഷനിലാണ് ഏത് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യണം എന്നുള്ളത്. അത് ഐക്യു കുറഞ്ഞ് ശരി ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു കുട്ടി, ആ കുട്ടിക്ക് അറിയില്ല. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു ലോസ് സംഭവിച്ചൊരിടത്ത് അവിടെ ചിരിക്കും, ചിലപ്പോൾ അതിങ്ങനെ ഭയങ്കരമായിട്ട് ചിരിക്കാം. ഈ ഇന്റലിജൻസ് ഈ ഇമോഷണൽ ഡെവലപ്മെന്റ് ഒരു കാര്യമാണ്, അഫക്ട് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ഇന്റലിജന്റ് പേഴ്സൺ അയാളുടെ തിങ്കിങ്ങും റീസണിങ്ങും എല്ലാം കറക്റ്റ് രീതിയിൽ തന്നെ ആയിരിക്കും. പിന്നെ സിറ്റുവേഷൻ അനുസരിച്ച് ആളുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യും. അതാണ് ഹൈ ഇന്റലിജൻസ് പേഴ്സണും ലെസ് ഇന്റലിജൻസ് ഇമോഷൻസിന് വളരെയധികം അഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ തന്നെയാണ്. നെക്സ്റ്റ് ഫാമിലി. നമുക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ടാവും. ഞാൻ അതൊന്ന് സ്ക്രോൾ ചെയ്ത് വെക്കിട്ടോ. ഒന്ന് വായിച്ചോളൂ. ഫാമിലി മാത്രം വായിക്കാം. കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാവും. അറ്റ്ലീസ്റ്റ് നമ്മൾ കണ്ട് പരിചയിച്ച ഏതെങ്കിലും ഫാമിലിയിൽ ഒക്കെ കാണും. ശരി, വായിച്ചു. ഓക്കെ. നമ്മളിപ്പോ നമ്മളുടെ ഫാമിലി ഉദ്ദേശിക്കുന്ന നമ്മൾ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ 30 സ്റ്റുഡൻസ് ഉണ്ടെന്ന് വിചാരിക്കാം നമ്മളുടെ ക്ലാസ്. ഈ 30 സ്റ്റുഡൻസും 30 ടൈപ്പ് ഫാമിലിയിൽ നിന്നായിരിക്കാം വരുന്നത്. ഞാനൊരു മോണ്ടിസോറി സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ചെന്നൊരു 2-3 ഡേയ്സ് ആയിട്ടുള്ളൂ കേട്ടോ. ഞാൻ സൽവാർ ഇട്ടിട്ടാ പോയത്. ഒരു മോൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, മിസ് നാളെ വരുമ്പോ ബ്ലൂ സാരി ഉടുത്തിട്ട് വരുമെന്ന് വെച്ചു. ഞാൻ എന്തിനാന്നൊന്നും ആ കുട്ടിയോട് ചോദിച്ചില്ല. കാരണം നമുക്ക് അവിടെ ക്വസ്റ്റ്യൻ കുട്ടികളോടില്ല. അപ്പോ അതാണ് മോണ്ടിസോറിയുടെ ഒരു പ്രത്യേകത. ഞാൻ ഓക്കെ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം ഞാൻ ബ്ലൂ സാരി ഉടുത്തിട്ട് ചെന്നു. ഈ മോൻ ഓടി വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചു. ഞാൻ ഇവന്റെ അച്ഛൻ കൊണ്ടാക്കണതേ കണ്ടിട്ടുണ്ട്. അച്ഛൻ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സ് ആരെങ്കിലും, അല്ലെങ്കിൽ ഒരു ചേച്ചിയുണ്ട്, നല്ല ഏജ് ഡിഫറൻസ് ഉണ്ട്, 10 വയസ്സോ 12 വയസ്സോ അങ്ങനെ ഏജ് ഡിഫറൻസ് ഉണ്ട്. ചേച്ചിയാണ് കൊണ്ടാക്കാൻ. വന്ന് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, എന്റെ മമ്മിക്കും ബ്ലൂ സാരി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, മോന്റെ മമ്മി എവിടെയാന്ന് ചോദിച്ചു. മമ്മി ഇറ്റലിയില. അതിന്റെ മദർ ഇറ്റലിയിലെ നഴ്സായിരുന്നു. അപ്പൊ ആ കുട്ടിക്ക് എന്തോരം മിസ്സിങ്. അത്രയും ഏജ് അല്ലേ ഉള്ളൂ, ഒരു 3.5-4 വയസ്സെങ്ങാനും കാണുമായിരിക്കും. അത്രയും ഏജ് അല്ലേ അവര് അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഓരോ സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ കുട്ടികളുടെ ഓരോ കുട്ടിയും നമ്മളെ കാണുന്ന കണ്ണ് ഡിഫറെന്റ് ആയിരിക്കും. അത് എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് അതായിരുന്നു. ഇനി നമുക്കറിയാം, നല്ല ഫാമിലി ആണെങ്കിൽ അവിടെ കോൺഫ്ലിക്ട്സോ ടെൻഷൻസോ ഒന്നും ഇല്ലാത്ത ഒരു ഹാപ്പി ഫാമിലി ആണെങ്കിൽ കുട്ടിയിലും നല്ല പോസിറ്റീവ് ഇമോഷൻസ് ആയിരിക്കും. അതേസമയം അവിടെ ടെൻഷൻസ് ഉണ്ട്, ഭയങ്കര കോൺഫ്ലിക്ട്സ്, വഴക്കും മടിയും ബഹളവും ഒക്കെ ആണെങ്കിലും ഒരു നെഗറ്റീവ് ഇമോഷൻസ് ആയിരിക്കും കുട്ടിക്ക്. കുട്ടി ഒട്ടും സെക്യൂർ ഫീൽ ചെയ്യില്ല. ഇതുപോലെ പേടി, കരച്ചില്, എപ്പോഴും ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയൊക്കെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. എന്തെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം.
ഒന്നുമില്ല. പിന്നെ ഓരോ കുട്ടിയുടെയും ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് യുണീക്ക് ആയിരിക്കും കേട്ടോ. ഒരു കുട്ടി വളരുന്ന പോലെ തന്നെ മറ്റേ കുട്ടി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. 10 കുട്ടികളുണ്ടെങ്കിൽ അവരുടെ 10 പേരുടെയും ഗ്രോത്തും ഡെവലപ്മെന്റും വളരെ ഡിഫറെന്റ് ആയിരിക്കും, യുണീക്ക് വേയിലായിരിക്കും. ചെറിയ ഒരു സ്ലൈറ്റ് അല്ലെങ്കിൽ ഹ്യൂജ് ഡിഫറൻസസ് ഒക്കെ ഉണ്ടായിരിക്കാം. പല സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് പല ഫാക്ടേഴ്സും അഫക്ട് ചെയ്യുന്നു. അതാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഫാമിലി നമുക്ക് ഒത്തിരി കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അത് മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ മതി. ഷെയർ ചെയ്തില്ലെങ്കിലും പ്രോബ്ലം ഒന്നുമില്ല. നെക്സ്റ്റ് വായിക്കാൻ പറ്റുമല്ലോ, സോഷ്യൽ അറ്റ്മോസ്ഫിയർ. വായിച്ചോ സോഷ്യൽ അറ്റ്മോസ്ഫിയർ. നേരത്തെ ഫാമിലിയുടെ കേസ് പറഞ്ഞതില് നമുക്ക് 2 കാര്യങ്ങൾ വരാം. പാരന്റ്സ് ഇപ്പൊ വയലന്റ് ആണെങ്കിൽ കുട്ടിയും ചിലപ്പോ സെയിം ബിഹേവിയർ അഡോപ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കുട്ടിയെ വല്ലാതെ പാമ്പർ ചെയ്യുന്നു, ഭയങ്കരമായിട്ട് പുന്നാരിപ്പിച്ച് വളർത്തുന്നു. അങ്ങനെയുള്ള കുട്ടികളുടെ ഇൻഡിസിപ്ലിൻ അതിന്റെ ചാൻസ് വരാം. ഭയങ്കരമായിട്ട് പാമ്പർ ചെയ്യുന്നു, പറയുന്ന എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുത്ത് അങ്ങനെ ആവശ്യത്തിനും അത്യാവശ്യങ്ങളും എല്ലാം അനാവശ്യങ്ങളും ഒക്കെ സാധിച്ചു കൊടുക്കുന്ന അത്യാവശ്യം ആവശ്യം അനാവശ്യം ആ രീതിയിൽ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്തിട്ട് വേണം കുട്ടികളുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെ പിന്നെ അഫെക്ഷൻ കാണിച്ചിട്ടില്ലെങ്കിലോ അവർ ഭയങ്കരമായിട്ട് ഇൻട്രോവേർട്ട് ആവും, സബ്മിസീവ് ആയിട്ട് പെരുമാറും, അങ്ങനെയെല്ലാം ചെയ്യും. ഇനി നമ്മൾ സോഷ്യൽ അറ്റ്മോസ്ഫിയർ പറഞ്ഞ ഫാമിലി പോലെ തന്നെ സൊസൈറ്റിയും ഇമ്പോർട്ടന്റ് ആണ് കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റ്. ഈ പ്രീ സ്കൂൾ ആ ഏജിലുള്ള കുട്ടികൾ സ്കൂളിലേക്ക് വന്നു തുടങ്ങുന്ന പ്രായമാണ്. സ്കൂളിന്റെ അറ്റ്മോസ്ഫിയർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ സ്കൂളിന്റെ അറ്റ്മോസ്ഫിയർ ഇമ്പോർട്ടന്റ് എന്ന് പറയുമ്പോൾ കുട്ടിയെ ടേക്ക് കെയർ ചെയ്യുന്നത് അവിടെ ടീച്ചേഴ്സാണ്. ആ ടീച്ചേഴ്സിന് നല്ല റോളാണ്. ഈ സൊസൈറ്റി ഇമോഷണൽ ഡെവലപ്മെന്റ് സൊസൈറ്റി പറയുന്നത് കൂടുതൽ ടൈമും കുട്ടികൾ സ്കൂളിലായിരിക്കും. സോ അതാണ്, അത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒന്ന് റിലേറ്റ് ചെയ്യും. കുട്ടിയും ടീച്ചറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഭയങ്കരമായിട്ട് അതിന്റെ ഇമോഷണൽ ഡെവലപ്മെന്റിനെ അഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് അല്ലെ. മാം, ചില കുട്ടികളെ വീട്ടില് ഭയങ്കര ഭയങ്കര ആക്ടിവിറ്റിയോടുകൂടി ഹൈപ്പർ ആയിട്ടാണ് വരാം. ചിലപ്പോ സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ അവർ നല്ല സൈലന്റ് ആയിരിക്കും, നല്ല നമ്മളോടൊക്കെ നല്ല പെരുമാറ്റം, നല്ല ഇതൊക്കെ ഇരിക്കും. അത് സ്കൂളിന്റെ എൻവയോൺമെന്റ് കൊണ്ടാണോ ടീച്ചറെ അത് അങ്ങനെ? കുട്ടികളോട് പെരുമാറുന്നത് കൊണ്ടായിരിക്കാം എനിക്ക് തോന്നുന്നത് അങ്ങനെ. അപ്പൊ പാരന്റ്സ് പറയും ഭയങ്കര കുറുമൻ ടീച്ചറെ, ഇവനെ ശ്രദ്ധിക്കണം, ഒരാൾ കൂടെ കൂട്ട്, അങ്ങനത്തെ പാരന്റ്സിന്റെ സ്വഭാവം വേറെ, കുട്ടികളുടെ സ്വഭാവം വേറെ ചിലപ്പോ സ്കൂളിൽ വരുമ്പോൾ. അതാണ് എന്ത് പറയുമല്ലോ, വീട്ടിൽ ഇവൻ വേറെ രീതിയിലാണ്, സ്കൂളിൽ വേറെ രീതിയിലാണ് എന്നൊക്കെ പറയണോ. അതേപോലെ ഇപ്പൊ പാരന്റ്സ് ഒക്കെ ചെറിയ കുട്ടികളിപ്പോ യുകെജിയിലായപ്പോ പഠിക്കാനുണ്ടല്ലോ, ഞങ്ങളുടെ സിലബസ് അനുസരിച്ച് പഠിക്കാനുണ്ട്. അപ്പൊ ചില പാരന്റ്സ് അറിയാം വീട്ടിലെല്ലാം കിട്ടും, സ്കൂളിൽ വരുമ്പോഴാണ് ടീച്ചറെ ഞങ്ങൾക്ക് ഒന്നും കിട്ടാത്തത് എന്നറിയും. നേരെ തിരിച്ചും പറയും. ശരി,
അപ്പൊ ഈ സോഷ്യൽ അറ്റ്മോസ്ഫിയറിൽ നമ്മളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ. അതുപോലെ തന്നെയാണ് അംഗനവാടിയിലേക്ക് കുട്ടികൾ വരുമ്പോഴും. ആ, അവര് വന്നു കഴിയുമ്പോഴത്തേക്കും ഒരു ടീച്ചറെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് വീട്ടിൽ നിന്ന് വരാനും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇൻട്രസ്റ്റ് പിന്നെ ആയിരിക്കും. ശരിയാ. ആ ടീച്ചർ അവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ കുട്ടികൾ പഠിക്കും അകത്തേക്ക് പോലും കയറുകയല്ല. ആ, വരുന്ന ശരി. വഴിയിൽ പേരൻസിന്റെ കൂടെ ഓടാനാ നോക്കുക. തിരിച്ചു പോകും. ഞാനിപ്പോ അത് 6 ശരിയാട്ടോ. മാസം ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും വേറൊരു ടീച്ചർ വന്നു കഴിഞ്ഞിട്ട് ഇപ്പൊ ആ കുട്ടികൾ അംഗൻവാടിയിലേക്കേ പോകില്ല. എല്ലാവരും ഓ, നിർത്തിപ്പോയി. അത് ശരി. അതെന്തുകൊണ്ടാ നിർത്തിയത്? എന്തുകൊണ്ടാ? ഞാൻ ടെമ്പററിക്കാരായിരുന്നു. അപ്പൊ 6 മന്തേ കിട്ടുള്ളൂ. ഉം, ഉം. LKG-യില് ഒരു വർഷം ഇപ്പൊ നമ്മള് ലാസ്റ്റ് ഡേ ആണ്. LKG-യിലത്തെ കുട്ടികൾ ഭയങ്കര കരച്ചിലായിരുന്നു. അത് കാരണം ഇപ്പൊ UKG-യിൽ വന്നിട്ട് ലാസ്റ്റ് ഡേ ആണ് കുട്ടികൾ ഭയങ്കര കരച്ചിൽ. കാരണം ടീച്ചർ ഇത്രയും ദിവസം കാണും. അതൊക്കെ കാണുമ്പോ നമുക്ക് കുട്ടികളുമായിട്ടുള്ള അത്ര അടുപ്പുണ്ടെന്ന് നമ്മൾ അപ്പോഴാണ് മനസ്സിലാക്കുക. കുട്ടികളും നമ്മള് ഇപ്പഴ് പകുതി എണ്ണമ്പോ അന്വേഷിക്കണ ഇപ്പൊ +2 വരെ അവരെ ക്ലാസ് ടീച്ചർ നമ്മള് അങ്ങനെയുള്ള ഞാൻ അവിടെ നിന്നുള്ള കണ്ടീഷനിൽ ചിലവർ പോയിട്ടുള്ളത് തന്നെ. 1ാം ക്ലാസ് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. എന്നാലും ഞാൻ ക്രാഫ്റ്റ് വർക്കിനൊക്കെ പോകും. 4 വരെ ക്രാഫ്റ്റ് വർക്ക് ചെയ്യാൻ പോകും. അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ കുട്ടികളെ ചില പോയിന്റ് നമ്മുടെ ചില പെരുമാറ്റങ്ങൾ കുട്ടികളെ നന്നായി ഫീൽ ചെയ്യും. അവർക്ക് മറക്കാൻ പറ്റാത്തൊരു ഇതുണ്ടാകും. അപ്പൊ അത് അതേപോലെ ഞാനും ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. പ്രതിഭാ കേന്ദ്രം എന്ന് പറഞ്ഞിട്ട് നമ്മൾ 2ാം ക്ലാസ് തൊട്ട് 8ാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് അതിലുള്ളത്. അപ്പൊ ആ സമയത്ത് ശരിക്കും ആ കുട്ടികളോട് നമ്മള് 3.5 വർഷം വരെ ഞാൻ ക്ലാസ് എടുത്തു കേട്ടോ അവർക്ക്. പിന്നെ മെമ്പറായ ശേഷം പിന്നെ പോയിട്ടില്ല. അതിന് പോകാൻ പറ്റാത്തതുകൊണ്ട്. പക്ഷെ അപ്പോഴും കുട്ടികളുടെ ഒരു ബിഹേവിയറും കുട്ടികൾ നമ്മളോട് ശരിക്കും ഇപ്പോഴും കണ്ട എന്നെ ടീച്ചറെ വിളിക്കും. അന്ന് ചെയ്തതാ. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ഓക്കെ. ഇത് അപ്പൊ ശരിക്കും ടീച്ചേഴ്സ് ഒരു നല്ലൊരു റോള് ഈ സൊസൈറ്റിയില് കുട്ടികളുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് ഉണ്ടെന്നുള്ളത് സത്യമാണ്. ഒരു ഇൻസിഡന്റ് നടന്നതാണ്. ഇവിടെയൊന്നും അല്ല, യൂറോപ്യൻ കൺട്രീസിലാണ്. അവിടെ ഒരു പള്ളിയില് ചർച്ചിലെ ഫാദർ ഉണ്ടായിരുന്നു. ഫാദർ എല്ലാ കുട്ടികളുമായിട്ട് നല്ല കണക്ഷൻ ഉള്ള ഒരു ഫാദർ ആയിരുന്നു. കുട്ടികൾക്ക് അപ്പൊ ഒരു സെക്യൂർ ഫീലിംഗ് ആയിരുന്നു ഈ ഫാദറിന്റെ അടുത്ത്, ഏതൊരു കുട്ടിക്കും. അപ്പം അങ്ങനെ ഒരു ദിവസം പള്ളിയിലെ ആ ഒരു കുർബാനയുടെ സമയമാകാറായി. ഫാദർ കുർബാനയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ 9 വയസ്സുള്ള ഒരു പെൺകുട്ടി ഓടി വന്നു പറഞ്ഞു, ഫാദർ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന്. കുട്ടി ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു. ഫാദർ പറഞ്ഞു, നീ കുറച്ചു നേരം വെയിറ്റ് ചെയ്യും, ഞാനിപ്പോ കുർബാനയ്ക്ക് കയറിയിട്ട് കുർബാന കഴിഞ്ഞ് വരാം, അപ്പൊ സംസാരിക്കാന്ന്. ഫാദർ കുർബാന കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോ അറിയുന്നത് ഈ കുട്ടി ഹാങ് ചെയ്തിട്ട് സൂയിസൈഡ് ചെയ്തു. കുട്ടിക്ക് ഫാദറിനോട് ഷെയർ ചെയ്യാണ്ടായിരുന്ന കാര്യം, കുട്ടി ആദ്യമായിട്ട് പീരിയഡ്സ് ആയി. അപ്പൊ ബ്ലഡ് കണ്ടപ്പോൾ കുട്ടി വിചാരിച്ചു അതിനറിയില്ല എന്തോ വലിയ അസുഖമാണ്, മരിക്കാൻ പോകുന്ന എന്തോ അസുഖമാണ്. ടെൻഷനായി. ഈ ഫാദർ വളരെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയതുകൊണ്ട് ഫാദറിന്റെ അടുത്ത് ഷെയർ ചെയ്താൽ ഒരു സൊല്യൂഷൻ കിട്ടും. എന്നുവെച്ചാൽ എനിക്ക് എന്തോ മരിക്കാൻ പോണ അസുഖമാണെന്ന് ഉള്ള ഒരു ധാരണ കൊച്ചിന്റെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ കുട്ടി സൂയിസൈഡ് ചെയ്യാണ് ചെയ്തത്. അപ്പം കറക്റ്റ് ആ ഒരു ടൈമില് ഫാദർ വേറൊന്നും ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല. പ്രയറിന്റെ ടൈം ആയല്ലോ എന്ന് വിചാരിച്ചാൽ അത് കഴിഞ്ഞ് വന്ന് കാണാലോ, അങ്ങനെ നോർമലി വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഫാദറിന് ഭയങ്കരമായിട്ടൊരു ഷോക്കിംഗ് ആയി. കാരണം ആ കുട്ടി ആവശ്യപ്പെട്ട സമയം ഫാദറിന് കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു ഗിൽറ്റി ഫീലിംഗ്. എന്തോ മാരക രോഗമാണെന്നുള്ള പേടിയിൽ കൊച്ചു കയറിയെന്ന് സൂയിസൈഡ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ വന്നപ്പോ അങ്ങനെ വേൾഡ് വൈഡ് ആയിട്ട് അവര് സൂയിസൈഡ് പ്രിവെൻഷൻ സെന്ററിൽ ഫാദർ പറ്റുന്നിടത്തെല്ലാം ഈ മെസ്സേജ് പാസ് ചെയ്ത് സൂയിസൈഡ് പ്രിവെൻഷൻ സെന്റർ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ പറഞ്ഞെന്താന്ന് വെച്ചാല്, നമ്മള് കുട്ടികൾ പറയുന്നത്, കാരണം അവരെ റെസ്പെക്ട് ചെയ്ത് അവരുടെ തോട്ട്സ്, അവർ പറയുന്ന കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം അവരവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നത് അവർക്ക് അടുപ്പമുള്ളവരോടായിരിക്കും. ഒരു കാര്യം പറഞ്ഞേ ഉള്ളൂ, ഒന്ന് ഷെയർ ചെയ്തു. അത് ശരിയാണ് മാം. നമ്മളത് ശരിയാണ്. കാരണം അത് കുട്ടികൾക്ക് പറയുന്ന സമയത്ത് കേൾക്കാനുള്ള ചിലപ്പോൾ അവരുടെ അമ്മമാരോടൊന്നും പേരൻസിന്റെ അടുത്ത് അവർ പറയില്ല. നമ്മളോട് അത്രയും ഇതായതുകൊണ്ടായിരിക്കും അവർ പറയുക. എല്ലാ കാര്യങ്ങളും ചിലപ്പം പേരൻസിനോട് പറയാത്ത കാര്യങ്ങൾ പോലും നമ്മളെ ടീച്ചറായി അവരോട്
ആവുന്ന സമയത്ത് ക്ലാസ്സിൽ ശരിക്കും നമ്മളെ എല്ലാ കാര്യങ്ങളും അവർ തുറന്നു പറയും. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്കും ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു ഇതെനിക്ക് ഉണ്ടായത്, എനിക്ക് ലോ പ്രഷറായിട്ട് എനിക്ക് തല കറങ്ങി ക്ലാസ്സിൽ വെച്ചിട്ട്. അങ്ങനെ വേറെ ടീച്ചേഴ്സ് ഒക്കെ വന്നിങ്ങനെ സിക്ക് റൂമിലൊക്കെ കൊണ്ടുപോയി. പക്ഷെ കുട്ടികൾ ഭയങ്കര കൂട്ടക്കരച്ചിലായി. ഞാൻ അവിടെ ഡെസ്കുമ്മ തല വെച്ച് കിടക്കണ ടീച്ചർക്ക് എന്തോ സംഭവിച്ചു എന്നുള്ള ഭയങ്കര കൂട്ടക്കരച്ചിൽ. അങ്ങനെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും പാരന്റ്സിന്റെ ഫോണിൽ ഇങ്ങനെ വരും, ടീച്ചർക്ക് എന്ത് പറ്റി, ഇവിടെ മോള് ഭയങ്കര അപ്സെറ്റ് ആയിട്ട് ഇരിക്കുകയാണ്, ടീച്ചർക്ക് വയ്യാണ്ടായിന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് കേൾക്കുമ്പോ നമുക്ക് ഭയങ്കര ഒരു ഇതാണ്. നമ്മുടെ അസറ്റ് ആണല്ലേ, നമ്മുടെ സമ്പാദ്യം ശരിക്കും അത് തന്നെയാണ്, കുറെ കുട്ടികൾ തന്നെയാണ്. അതെന്റെ മോനും വന്ന് എല്ലാം പറയും. അപ്പൊ ഇതുപോലെ അവന്റെ ക്ലാസ്സിലെ ടീച്ചർക്കും ഇതുപോലെ വയ്യാണ്ട് വന്നിട്ട് അമ്മ ടീച്ചറൊന്ന് വയ്യാണ്ട് അവിടെ കിടക്കുകയായിരുന്നു, അമ്മ ഒന്ന് വിളിച്ചു നോക്കിയെന്നും പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. അവൻ 5 വയസ്സായി, അവൻ LKG പഠിക്കുകയാണ്. അപ്പൊ LKGയിലെ ടീച്ചർക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, മിസ് കേറണില്ല എന്നാ പറഞ്ഞത്. ആണോ? ഡിസ്കണ്ടിന്യൂ ചെയ്തോ? ഡിസ്കണ്ടിന്യൂ ചെയ്ത് മിസ് ഇപ്പൊ കേറണില്ല എന്ന് പറഞ്ഞു എന്നോട്, എന്താണെന്ന് പറഞ്ഞില്ല. മിസ്സിൽ ഉണ്ട് എന്ന് പറഞ്ഞു, എന്നോട് നമ്പറാണ് മിസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായത്. അത് പേര് ശ്രീജ എന്നാ, ശ്രീജ സോണി എന്നാ പേര്. 2 ദിവസം മറ്റോ കേറിയുള്ളൂ, അത് കഴിഞ്ഞിട്ട് പിന്നെ മിസ്സിന് പറ്റുന്നില്ലാന്ന്. സ്കൂളിലൊക്കെ ഇവന്റെ ക്ലാസ് ടീച്ചറാണ്. അപ്പൊ മിസ്സിന് ഇതുപോലെ തന്നെ വയ്യാണ്ട് വന്നപ്പോ പിള്ളേരെ ആകെ പേടിച്ച് ഇതായി. വരണ വഴി തന്നെ ഓട്ടോറിക്ഷയിൽ ഇറങ്ങുമ്പോഴേക്കും ശ്രീജ മിസ്സിനെ ഒന്ന് വിളിച്ചു നോക്കിയെന്നും പറഞ്ഞാണ് വരുന്നത്. ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട് കുട്ടികളില് ചെറിയ ക്ലാസ്സിലെ ടീച്ചേഴ്സ്. ശരി തന്നെയാ. ഇപ്പൊ നമ്മളൊക്കെ വലുതായെങ്കിലും നമ്മളെ ചെറിയ ക്ലാസ്സിൽ പഠിപ്പിച്ച ടീച്ചർമാരെ നമുക്ക് നല്ല ഓർമ്മയുണ്ടാവുമല്ലോ. നെക്സ്റ്റ് വൺ, പിയർ ഗ്രൂപ്പ്. പറയേണ്ട ആവശ്യമില്ല അല്ലെ, പിയർ ഗ്രൂപ്പ് എന്തോരം ഇൻഫ്ലുവൻസ് ഉണ്ടാവും എന്നുള്ളത്. വായിച്ചോളൂ പിയർ ഗ്രൂപ്പ്. വായിച്ചു. കുട്ടികൾ കൂടുതലായിട്ട് സോഷ്യലൈസ് ചെയ്യുന്ന കുട്ടികളാണ്. ഇപ്പം ഈ പറയുന്ന ഫാമിലി, സൊസൈറ്റി, സ്കൂളിലെ അറ്റ്മോസ്ഫിയർ എല്ലാം നല്ല രീതിയിൽ ആണെങ്കിൽ ഈ കുട്ടികള് ഇമോഷണലി ഭയങ്കര അഡ്ജസ്റ്റബിൾ ആവും അവരുടെ പിയർ ഗ്രൂപ്പുമായിട്ട്. പിയർ ഗ്രൂപ്പിലെ കുട്ടികളെ വേദനിപ്പിക്കാനോ അങ്ങനെയുള്ള ഒരു ഫീലിങ്സും ഇവരുടെ മനസ്സിൽ വരില്ല. ജലസ് അങ്ങനെയുള്ളതൊന്നും വരില്ല. അതേസമയം അങ്ങനെയല്ല, ഭയങ്കരമായ ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഇമോഷണലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള, സോഷ്യലി അവർക്ക് നല്ല രീതിയിലുള്ള ഒരു നർച്ചറിങ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെപ്പോഴും ഡിഫിക്കൽട്ട് ഇമോഷണൽ പ്രോബ്ലംസിലായിരിക്കും. എപ്പോഴും വഴക്ക് കൂടാം, പിയർ ഗ്രൂപ്പുമായിട്ട് വഴക്കുണ്ടാക്കാം, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. മാൽ അഡ്ജസ്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റർബ്ഡ്, ഇമോഷണലി അൺസ്റ്റേബിൾ ആയിരിക്കും ഇങ്ങനെയുള്ള കുട്ടികൾ. അത് ക്ലിയർ ആയല്ലോ പിയർ ഗ്രൂപ്പിന്റെ ഒരു ഇൻഫ്ലുവൻസ്. അപ്പൊ അങ്ങനെ ഒരു പിയർ ഗ്രൂപ്പിൽ നിന്നുള്ള ഒരു കുട്ടിയുമായി, അങ്ങനെയുള്ളൊരു പിയർ ഒരു കുട്ടിയുമായിട്ട് നോർമലായിട്ട് ഇമോഷണലി സ്റ്റേബിൾ ആയ ഒരു കുട്ടിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് ഭയങ്കര പാടായി. നെക്സ്റ്റ്, കമ്മ്യൂണിറ്റി ആൻഡ് നൈബർഹുഡ്. കുട്ടി വളരുന്ന ചുറ്റുപാട്, പ്രിമിസസ്, അതിൽ നിന്നും കുറേ കാര്യങ്ങൾ അത് എടുക്കും. തൊട്ടടുത്ത വീട്ടിലെ ആൾക്കാർ ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കുന്നവരാണെന്ന് വിചാരിക്കാം. അവർ യൂസ് ചെയ്യുന്ന ചിലപ്പോൾ ചില അബ്യൂസീവ് വേർഡ്സ് അങ്ങനെ തന്നെ ക്യാച്ച് ചെയ്യും. അതൊക്കെ ചാൻസസ് ഉണ്ട്. അപ്പൊ അവരുടെ ആ ഒരു പ്രിമിസസിൽ നിന്ന് പല കാര്യങ്ങളും കുട്ടി പിക്ക് ചെയ്യും. ഒരു ബ്രേവ് കമ്മ്യൂണിറ്റി ആണെങ്കിൽ കുട്ടി ഭയങ്കര ഫിയർലെസ്, കറേജിയസ് ആയിട്ടായിരിക്കും. പക്ഷെ ഒരു കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ചില സ്ലം ഏരിയയിലൊക്കെ ഭയങ്കര വഴക്കും പേടിപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നവരാണെങ്കിൽ കുട്ടി അവിടെ ഭയങ്കരമായിട്ട് ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി കാണിക്കാനായിട്ട് തുടങ്ങും. ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി, ഇമോഷണൽ സക്സസിബിലിറ്റി എന്ന് വെച്ചാൽ
പെട്ടെന്ന് തന്നെ അഫക്ട് ചെയ്യും. പല കാര്യങ്ങളും കുട്ടിയെ ഈസിലി അഫക്റ്റഡ്, അതാണ് സസെപ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. ഈസിലി അഫക്റ്റഡ് ആയിരിക്കും. സോ അതാണ് കമ്മ്യൂണിറ്റി ആൻഡ് നൈബർഹുഡ്. ഇത്രയും ഫാക്ടേഴ്സ് ആണ് ഇതിനകത്ത് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് റോൾ ഓഫ് ടീച്ചർ ആണ്. സ്ക്രോൾ ചെയ്തിട്ട് ഇപ്പം പ്രമിസസിൽ നിന്നും പല നെഗറ്റീവ്സ് കുട്ടിക്ക് വന്നു കഴിഞ്ഞാൽ അത് ഇമോഷണലി അൺസ്റ്റേബിൾ ആകും. പെട്ടെന്ന് തന്നെ അതിനെ ഈസിലി അഫക്ട് ചെയ്യുന്നത് പറയും. ഇനി ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് എല്ലാം ഇമോഷണൽ ഡെവലപ്മെന്റിനെ അഫക്ട് ചെയ്തതെന്ന് പറഞ്ഞു. ഇനി ടീച്ചറുടെ റോൾ എന്താണ്? ഓൾറെഡി നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു സോഷ്യൽ ഫാക്ടേഴ്സിൽ ടീച്ചറുടെ റോളിനെ പറ്റി. അപ്പൊ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇൻഫ്ലുവൻസ്, കുട്ടിയുടെ മേലുള്ള ഇൻഫ്ലുവൻസ് പലരും ഷെയർ ചെയ്തിരുന്നു. അപ്പൊ അതാണ് നെക്സ്റ്റ് റോൾ ഓഫ് ദ ടീച്ചർ. 8 പോയിന്റ്സ് നമുക്കുണ്ട്. 3 മിനിറ്റ്സ്, ഒരു 5 മിനിറ്റ്സ് ആണെങ്കിൽ എടുത്തിട്ട് 8 പോയിന്റ്സ് ഒന്ന് വായിച്ചു നോക്കും. ഓക്കെ, 8 പോയിന്റ്സും വായിച്ചു അല്ലെ? മനസ്സിലായിട്ടുണ്ടാവും, റിലേറ്റ് ചെയ്യാനും പറ്റിയിട്ടുണ്ടാവും. പിന്നെ കുട്ടി സ്കൂളിൽ വരുമ്പോൾ കുട്ടിക്ക് എന്തെങ്കിലും ഫിസിക്കൽ വീക്ക്നെസ് നമ്മൾ വേഗം തന്നെ പാരന്റ്സിനെ ഇൻഫോം ചെയ്യൂലേ? അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫോമിറ്റീസ് കാണിക്കുവാണെങ്കിൽ, ശ്രദ്ധക്കുറവോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഡിഫോമിറ്റീസ് കാണുകയാണെങ്കിൽ അതെല്ലാം അപ്പൊ തന്നെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന ടീച്ചേഴ്സ് തന്നെയായിരിക്കും. അത് പാരന്റ്സിനെ അറിയിക്കുക. പിന്നെ സ്കൂളിൽ എന്തെങ്കിലും മെഡിക്കൽ എയ്ഡ് കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് കൊടുക്കുക കുട്ടിക്ക്. പിന്നെ പാരന്റ്സുമായിട്ട് ഒരു ആക്റ്റീവ് കോപ്പറേഷൻ അതുണ്ടായിരിക്കണം. ഒരു നല്ലൊരു ബോണ്ടിങ് ടീച്ചർ പാരന്റ് റിലേഷൻഷിപ്പിൽ ഉണ്ടാവണം. എന്നാണ് ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യും. പിന്നെ സ്കൂളിൽ ഒരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. കുട്ടിക്ക് ഒരു ഇമോഷണൽ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യണം. പിന്നെ സെൻസ് ഓഫ് ബിലോങ്ങിനെസ് എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ്, ഒരു സെക്യൂർ റിലേഷൻഷിപ്പ്, ഒരു സെക്യൂർ ഫീൽ ഉണ്ടായിരിക്കണം. വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു സെക്യൂർ ഫീൽ ആയിരിക്കണം ടീച്ചർ കുട്ടികൾ തമ്മിൽ, അല്ലെങ്കിൽ അവിടെയുള്ള സ്കൂളിലെ ബാക്കിയുള്ള എല്ലാവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ്. പിന്നെ കുട്ടിക്ക് കോ-കരിക്കുലർ ആക്ടിവിറ്റീസ് ആണ് വെറൈറ്റീസ് ഓഫ് ഡൈവേഴ്സിഫൈഡ് കോ-കരിക്കുലർ ആക്ടിവിറ്റീസ്, അതായത് വെറൈറ്റീസ് ഓഫ് കോ-കരിക്കുലർ ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യണം. കുട്ടിയുടെ പല ഇമോഷണൽ എനർജീസും, അത് പല രീതിയിലുള്ള ഇമോഷൻസ് വരും, അതെല്ലാം ബാലൻസ് ചെയ്യുന്ന രീതിയിലുള്ള
co-curriculum varieties of activities provide ചെയ്യാൻ. പിന്നെ ചൈൽഡ് സെന്റേർഡ് മെത്തേഡ് ഓഫ് ടീച്ചിങ് ആയിരിക്കണം നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഒരു ട്രഡീഷണൽ വേ ഓഫ് ടീച്ചിങ് ആയിരിക്കരുത്. ടീച്ചർ ആൻഡ് ബ്ലാക്ക് ബോർഡ് എന്നുള്ള രീതിയിൽ ആ രീതിയിലായിരിക്കരുത്. ഒരു ചൈൽഡ് സെന്റേർഡ് വേ ഓഫ് ടീച്ചിങ് ആയിരിക്കും. കുട്ടിക്ക് ഡിസൈഡ് ലവും സിമ്പതിയും ടീച്ചറുടെ ഭാഗത്ത് ഉണ്ടായിരിക്കണം. ഇമോഷൻസ് അവരെ പഠിപ്പിക്കുകയല്ല വേണ്ടത്, അത് അവരിൽ നിന്നും എക്സ്പ്രസ് ചെയ്ത് പുറത്തേക്ക് വരികയാണ് ശരിക്കും വേണ്ടത്. പിന്നെ മോറൽ എഡ്യൂക്കേഷൻ കൊടുക്കണം. പലപ്പോഴും ചില സ്കൂളുകളിൽ മോറൽ സയൻസ് എന്നുള്ള സബ്ജക്ട് ഉണ്ടാവും, ഗുഡ് വാല്യൂസ് അങ്ങനെയൊക്കെ പറഞ്ഞ സബ്ജക്റ്റുകളൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ അഡോളസൻസിലേക്ക് എത്തുമ്പോൾ അവർക്ക് പ്രോപ്പർ ആയിട്ട് സെക്സ് എഡ്യൂക്കേഷൻ, പിന്നെ നമ്മൾ ഓൾറെഡി നമ്മൾ ഹെൽത്ത് ആൻഡ് ഹൈജീനെ പറഞ്ഞിരുന്നു. ഹെൽത്ത് എഡ്യൂക്കേഷന്റെ സ്കോപ്പും ഇമ്പോർട്ടൻസും സ്കൂളിൽ അതിന്റെ ഇമ്പോർട്ടൻസ് എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇമോഷണൽ ബാലൻസും ടോളറൻസും ഒക്കെ അറ്റൈൻ ചെയ്യാനായിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടൈംലി ഉള്ള മോറൽ എഡ്യൂക്കേഷൻ, അത് അഡോളസൻസ് ആകുമ്പോൾ അവർക്ക് സെക്സ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണമെന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് പറഞ്ഞിട്ടായിരുന്നു. ഓക്കെ, നമുക്ക് കുറച്ച് പോർഷൻസും കൂടി ഉള്ളൂ. സോഷ്യൽ ഡെവലപ്മെന്റ് യൂസ്, നമുക്കത് സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റ് നടത്തും. നമ്മൾ ഇമോഷണൽ ഡെവലപ്മെന്റിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. നെക്സ്റ്റ് ഡേ സോഷ്യൽ ഡെവലപ്മെന്റ് ഡ്യൂറിങ് ഇൻഫാൻസി, ആ ഒരു ടൈമിലെ ഇൻഫാൻസി ചൈൽഡ് പീരീഡിലെ സോഷ്യൽ ഡെവലപ്മെന്റും കാര്യങ്ങളും നമുക്കൊന്ന് പറഞ്ഞു നെക്സ്റ്റ് ക്ലാസ്സിൽ. ഓക്കെ, നമുക്കിന്ന് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങളുടെ സെക്കൻഡ് ബാച്ചിനും ക്ലാസ് ഉണ്ട് 6:30. ഒരു ഹാഫ് ആൻ അവർ ഇൻ ബിറ്റ്വീൻ ബ്രേക്ക് ഉള്ളൂ. ഒരു ഡൗട്ട്, 6:30 അവർക്ക് ക്ലാസ് ഉണ്ട് ഇപ്പോ സെക്കൻഡ് ബാച്ച്? അതെ അതെ മാം, അതില് വാട്സാപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ? അതിനെ പറ്റി എനിക്കറിയില്ല, ആകെ കുറച്ച് കുട്ടികളേ ഉള്ളൂ. അതെ, ഒരു 145 പിള്ളേരുണ്ട്. അവര് നമ്മുടെ ഈ ഗ്രൂപ്പത്തെ ഒരു സോണി ആരെ ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് അതിനെ പറ്റി അറിയില്ല കേട്ടോ. അറിയില്ല അല്ലേ? നിങ്ങളെല്ലാരും തമ്മിൽ വാട്സപ്പ് ഗ്രൂപ്പ് ആയോ? Yes, ma'am. Yes, ma'am. Yes, ma'am. ആൻഡ്രി ആഡ് ആയല്ലോ അല്ലേ? ആയി മാം. ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് മാം. ആരാ ആഡ് ചെയ്യാത്ത? ലിജി ജോബി ആഡ് ആയിട്ടില്ല. അതെ, നമ്പർ പറയാം, ഒന്ന് നോട്ട് ചെയ്തോളൂ. 9446. ഓക്കെ, ഒരു മിനിറ്റ്. പറഞ്ഞു 9446 9446 976261 976261 9446 976261. ഓക്കെ ഓക്കെ, ഓക്കെ, താങ്ക് യു. മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ, വൈൻഡപ്പ് ചെയ്യാം. Thank you, ma'am. ഓക്കെ മാം, ഗുഡ് നൈറ്റ്. താങ്ക്സ്. Good night. Thank you, ma'am. Have a nice day. Thank you, ma'am. Good night, ma'am. Thank you, ma'am. Thank you, miss. ഓക്കെ, ബൈ.